Clash detection is one of the important factor to be considered while doing calculation. കാരണം എന്താ, ഒരു കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ് അത് സൈറ്റിൽ പോകുമ്പോൾ കോൺഫ്ലിക്റ്റ് ആയി, അതായത് ഒരു എലിമെന്റ് തന്നെ അവിടെ ഓവർലാപ്പായി അല്ലെങ്കിൽ ഡക്ട് ബീമിൽ ക്രോസ് ചെയ്തു, അതൊക്കെ കൺസ്ട്രക്റ്റബിലിറ്റി ഇഷ്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ്, ആ വർക്ക് സ്റ്റോപ്പ് ആവും, അവിടുത്തെ മെറ്റീരിയൽ വേസ്റ്റേജ് ആണ്, ലേബറിന്റെ ടൈം അവിടെ ഡിലേ ആവുന്നു, പ്രൊജക്ടിന്റെ ടൈം ലൈൻ തന്നെ അത് ബാധിക്കും, വിച്ച് അൾട്ടിമേറ്റ്ലി എഫക്ട് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്, റൈറ്റ്? അപ്പോൾ അവിടെ ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്ത് ഒരു ക്ലാഷ് ഫ്രീ മോഡൽ ജനറേറ്റ് ചെയ്തതിനു ശേഷം, അത് ബിമിൽ പോസിബിൾ ആണ്, ബിക്കോസ് ബിം ഈസ് എ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ബിൽഡിംഗ്. സോ അവിടെ നമുക്ക് കൃത്യമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ നമുക്ക് അതിൻ്റെതായ ടൂൾസ് ഉണ്ട്. അത് വെച്ച് ക്ലാഷ് ഫ്രീ മോഡൽ ആക്കിയ ശേഷം അതൊന്ന് ജനറേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഡോക്യുമെന്റ് ഓഫ് കോഴ്സ് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്മൂത്ത് വർക്ക് ഫ്ലോ ആണ് കിട്ടുക. അപ്പോൾ ഒരു പ്രോപ്പർ ക്ലാഷ് ഡിറ്റക്ഷൻ പ്രോസസ് ഓർ റെസൊല്യൂഷൻ പ്രോസസ് ഒരു പ്രൊജക്ടിന്റെ ടൈം ലൈനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും.